നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ, പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പുകളായാലും ഒരു വകുപ്പുകളും വാട്സപ്പ് വഴി ഒരു തരത്തിലുള്ള മെസ്സേജുകളും അയക്കില്ല, ഒരു ചെല്ലാനുകളും അയക്കില്ല. അതുകൊണ്ട് അതാദ്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പിൻ മാറണം, നിങ്ങളുടെ ഫോണിൽ വിളിച്ചിട്ട് മറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ തരണം, OTP തരണം എന്നൊക്കെ പറയുന്നതിന് സമാനമായ തട്ടിപ്പാണിത്. ഒരിക്കലും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും തന്നെ വാട്സപ്പ് വഴി ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഒരു തരത്തിലുള്ള ഇടപാടുകളും നടത്തില്ല എന്ന പ്രാഥമികമായ ബുദ്ധിയും ബോധവും നമുക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കണം. അതുകൂടി നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. നമസ്കാരം. ടെക്നോളജി വളരുമ്പോൾ അതിൻ്റെ കുടുക്കുകളും ഊരാക്കുടുക്കുകളും അതിനേക്കാൾ ഏറെ വളരുന്ന ഒരു കാലഘട്ടമാണ്. മൊബൈൽ ഫോണുകളിൽ നിരവധി ആപ്ലിക്കേഷനുകളുണ്ട്. ഇതിൽ പലതും നമുക്ക് ഗുണകരമാണെങ്കിൽ പലതും ചതിക്കുഴികൾ കാത്തിരിക്കുന്നതാണ്. ചില ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിലേക്ക് എത്തുകയും അവ ഓപ്പൺ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സകലതും നഷ്ടപ്പെടും. നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളടക്കം കള്ളന്മാരും കൊള്ളക്കാരന്മാരും കൊണ്ടുപോകും. എത്ര കിട്ടിയാലും മലയാളി പഠിക്കില്ല, എത്ര അനുഭവമുണ്ടായാലും മലയാളിയെ പറ്റിക്കാൻ എളുപ്പവുമാണ്. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പലരുടെയും മൊബൈൽ ഫോണുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കറങ്ങി നടക്കുന്ന ഒരു ചതിക്കുഴിയെക്കുറിച്ചാണ്. ഈ വാഹൻ പരിവാറിൻ്റെ പേരിൽ അതിന് സമാനമായ ചില ആപ്ലിക്കേഷനുകൾ, ചില ചെല്ലാനുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരും. പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു അബദ്ധം പറ്റി. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ അദ്ദേഹം തിരിയുന്നു. അവിടെ സിഗ്നൽ തെറ്റിച്ചാണ് തിരിയുന്നത്. അധികം വൈകാതെ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, ഒരു ചെല്ലാൻ വരുന്നു. ഈ വാഹൻ പരിവാറിന് സമാനമായ ഒരു MVDയുടെ ഫോട്ടോയുള്ള ഒരു ഐഡിയിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നു. താങ്കൾ ഇന്ന സമയത്ത് ഇന്ന ജംഗ്ഷനിൽ വാഹന നിയമലംഘനം നടത്തി, താങ്കൾ സിഗ്നൽ തെറ്റിച്ച് വാഹനം കൊണ്ടുപോയി, താങ്കൾക്ക് 1000 രൂപ പിഴ ചുമത്തിയിരിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം താങ്കൾക്ക് ഈ ആപ്ലിക്കേഷൻ വഴി താങ്കൾക്ക് പിഴത്തുക അടയ്ക്കാവുന്നതാണ്. സ്വാഭാവികമായും സംശയമുണ്ടാകില്ല. കാരണം ഈ കാണുന്ന ഈ മെസ്സേജാണ് വന്നിട്ടുള്ളത്. സാധാരണ എങ്ങനെയാണോ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരുന്നത്, അതിന് സമാനമായൊരു മെസ്സേജ് 1000 രൂപ പിഴ ചുമത്തി എന്ന് അതിൽ വ്യക്തമായി പറയുന്നു. ഈ ചെല്ലാനും കൃത്യമായി കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഐഡിയിൽ നിന്നാണ് ആ മെസ്സേജ് വന്നത്. പക്ഷേ ആ സമയത്ത് ഇതൊരു MVDയുടെ യൂണിഫോം ധരിച്ച ഒരാളായിരുന്നു ഈ പ്രൊഫൈൽ പിക്ചറിൻ്റെ സ്ഥാനത്തുണ്ടായത്. പിന്നീട് 2-3 തവണ ഈ മെസ്സേജ്, ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടാകുന്നു. അവസാനം 3-ാം തവണ വളരെ പരിഭ്രാന്തനായതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് ഇത് ഡൗൺലോഡ് ചെയ്തു. പിന്നീട് ഒരു സംശയം തോന്നി, ഈ നമ്പർ അദ്ദേഹം ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം തൻ്റെ അക്കൗണ്ടിലുള്ള പണം മറ്റൊരു സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൂർണ്ണമായും മാറ്റുന്നു. തൊട്ടടുത്ത ദിവസം 10 മണിയാകുമ്പോൾ ഇദ്ദേഹത്തിന് ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വരികയാണ്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ ശ്രമിച്ചു. എന്നാൽ ബാങ്കിൽ മിനിമം തുകയില്ലാത്തത് കൊണ്ട് തന്നെ ആ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി എന്നിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നു. അപ്പോൾ ഓർക്കണം, നമ്മുടെ മുഴുവൻ വിവരങ്ങൾ, നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ ടീം, അതായത് ഈ ചതി നടത്തുന്ന, ഈ പറയുന്ന ഈ പറ്റിപ്പിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന, ഈ സ്കാം നടത്തുന്ന ഈ ടീം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ആ പണം അടുത്ത ദിവസം തന്നെ നഷ്ടമായേനെ. അതിനുശേഷം നിരന്തരമായി ഈ അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിൻ്റെ മെസ്സേജുകളും നിരന്തരം വരികയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് കാക്കനാട് സ്വദേശിയുടെ ഒരു പണം നഷ്ടപ്പെട്ട വാർത്ത നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഏകദേശം 82,000 രൂപ കാക്കനാട് സ്വദേശിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിനു സമാനമായ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വരുന്നു. ആ ആപ്ലിക്കേഷൻ അദ്ദേഹം ഡൗൺലോഡ് ചെയ്യുന്നു. ഈ ചെല്ലാൻ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അദ്ദേഹം 2-3 തവണ ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം ഇത് ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷേ ആ നിമിഷ നേരം കൊണ്ട്, വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം തന്നെ ആ ഹാക്കർമാർ മനസ്സിലാക്കിയിരിക്കുന്നു. 98,000 രൂപയാണ് ഈ കാക്കനാട് സ്വദേശിക്ക് നഷ്ടപ്പെട്ടത്. ഇവിടെ ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് രാത്രി 7:30-8 മണിക്കും ഇടയ്ക്ക് ഒരു ജംഗ്ഷനിൽ നിന്ന്
ട്രാഫിക് സിഗ്നൽ തെറ്റിക്കുന്ന കാര്യം എങ്ങനെയാണ് എവിടെയോ ഇരിക്കുന്ന രാജ്യത്തിൻ്റെ ഏതോ ഭാഗത്തിരിക്കുന്ന ഈ ഹാക്കർമാർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ അവർക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമറ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയണം. അതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും അവർക്ക് ലഭിക്കണം. ഈ എനിക്ക് തോന്നുന്ന സംശയം കാക്കനാട് സ്വദേശിക്കും സമാനമായ അനുഭവമുണ്ടായി എന്നാണ്. അദ്ദേഹം ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചു, അത് ഉടൻ തന്നെ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തി. അതിൻ്റെ ഫലമായി ഈ പരിവാഹനിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് വന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അദ്ദേഹവും പങ്കുവച്ചത്. അങ്ങനെയെങ്കിൽ ഈ സംഭവത്തിൻ്റെ ഗൗരവം വളരെ വലുതാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലൂടെയുള്ള ഡേറ്റകൾ ആരൊക്കെയോ കൃത്യമായി ഹാക്ക് ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായി തന്നെ ഈ നമ്മുടെ സംവിധാനങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്, ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇതിലൂടെ അവർ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് കരുതിയിരിക്കുക. നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് നിരന്തരം പല മെസ്സേജുകളും പല ആപ്ലിക്കേഷനുകളും വരും. പല ഫോണുകളിൽ നിന്നും നമുക്ക് കോളുകൾ വരാം. അതിൻ്റെ എല്ലാം പിന്നിലുള്ള ചതി തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകപൂർവ്വം മാത്രം നമ്മൾ പ്രതികരിക്കുക. ഏറ്റവും പുതുതായി നടക്കുന്ന തട്ടിപ്പാണ് നമ്മുടെ വാഹനം ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചു എന്നും നമ്മുടെ വാഹനത്തിന് പിഴയുണ്ടെന്നും അതടയ്ക്കണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ തുറക്കണമെന്നുമുള്ള മെസ്സേജ്. ഒരിക്കലും അത്തരം മെസ്സേജുകളിൽ വീഴരുത്, വഞ്ചിതരാകരുത് എന്നുള്ളതാണ് മലയാളിക്ക് നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു ടിപ്പ്.